ഹായ്, നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസുകളുടെ സമ്മ് കാണാനുള്ള കാര്യം പഠിച്ചു. പക്ഷെ നമുക്കറിയാത്തൊരു കാര്യം അതിൽ കാണിച്ചിരുന്നു ഞാനൊരു മിഡിൽ ടേമിൻ്റെ ഒരു ഇക്വേഷൻ n+1/2 ഇത് എവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരായിട്ട് പാർട്ടായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതെല്ലാം പോയി കണ്ടിട്ട് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി വരിക. സോ എൻ്റെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ അരിത്തമാറ്റിക് സീക്വൻസ് 5, 9, 13 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ പൊതുവ്യത്യാസം എന്ത്? ഞാൻ അതിൻ്റെ മലയാളം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ആൻസർ കണ്ടുപിടിക്കാം. സോ 5, 9, 13 എന്തായിരിക്കും കോമൺ ഡിഫറൻസ്? 9 - 5 എത്രയാ? 4. 13 - 9 എത്രയാ? 4. സോ ദ ആൻസർ വിൽ ബി 4. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ ടേമും രണ്ടാമത്തെ ടേമും അതുപോലെ തന്നെ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നുള്ളതാ? 4 എണ്ണം ഉണ്ട്. 4 വ്യത്യാസം. സോ ഇനി ഏഴാമത്തെ പദം എത്രയാണ്? വാട്ട് ഈസ് ഇറ്റ്? 7th ടേം. സോ ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് xn = dn + f - d. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ f + n - 1 × d വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, x7 ആണ് കാണേണ്ടത്. x7 = d എന്ന് പറഞ്ഞാൽ എന്താ? 4 × n എന്താ? 7. f എന്താ? 5 - 4 × 7 എത്രയാ? സോ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? 4 × 7 എത്രയാ? 7 7 14 14 14 28 28 പ്ലസ് 5 - 4 എത്രയാ? 5 - 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 29 വിൽ ബി അവർ 7th ടേം. ഏഴാമത്തെ ടേം എന്ന് പറയുന്നത് x7 എന്ന് പറയുന്നത് 29 ആണ്. സോ ഇനി പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 13 പദങ്ങളുടെ തുക എന്ത് എന്നുള്ളതാണ്. മാറിപ്പോയി, 13 പദങ്ങളുടെ തുക എന്ത് എന്നുള്ളതാണ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അടുപ്പിച്ച് കുറേ സീക്വൻസിലെ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുക എങ്ങനെ കാണാമെന്ന് നമുക്കറിയാൻ പറ്റും, അതായത് സമ്മ് കാണാൻ. പക്ഷേ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന 13 പദങ്ങളുടെ തുക, 13ാമത്തെ പദം കണ്ടുപിടിക്കേണ്ടതിന് അതിലും നല്ലത് നമുക്ക് എന്ത് ചെയ്താൽ മതി? സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ മിഡിൽ ടേമിൻ്റെ ട്രിക്ക് വരുന്നത്. മിഡിൽ ടേമിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ കാണേണ്ടത് മിഡിൽ ടേം ആണ്. മിഡിൽ ടേം. സോ ഞാൻ ആദ്യം മിഡിൽ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആദ്യത്തെ 13 പദങ്ങളുടെ ആദ്യത്തെ 13 ടേംസിൻ്റെ മിഡിൽ ടേം ഏതാണെന്ന് കണ്ടുപിടിക്കണം. സോ ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്തു? n+1/2 = ഇവിടെ n എന്താ? 13 ആണ്. 13 പദങ്ങളുടെ കാണുന്നത്. അപ്പോൾ 13 + 1/2 = 14/2 = 7. സോ എനിക്ക് ആൻസർ 7 എന്ന് കിട്ടി. സോ എനിക്ക് എൻ്റെ മിഡിൽ ടേം, ഈ 13 ടേംസിൻ്റെ മിഡിൽ ടേം ഏതാ? 7th ടേം ആണ്. 7th ടേം എനിക്കറിയാം x7 = 29 ആണെന്നുള്ള ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ടച്ച് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, 7th ടേം ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അത് 7th ടേം എനിക്ക് അറിയാം. സോ എൻ്റെ S13 13 പദങ്ങളുടെ സം അല്ലെങ്കിൽ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? n × 7 7th ടേം 29 ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ എന്തായിരിക്കും? n × 29 n എന്താ? 13 × 29. ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ശരിയാണോ കിട്ടുന്നത്, എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കിയേ. നമുക്ക് എന്ത് ആൻസർ വരും? നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? സോ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് 13 × 29 എന്ന് പറഞ്ഞാൽ 377. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇതാണോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 13 ടേംസിൻ്റെ സമ്മ് കിട്ടി 377 ആണെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് നമ്മൾ, ഇങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മിഡിൽ ടേംസ് യൂസ് ചെയ്യുക. സോ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിക്കുക. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 9 ആൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് 4. അതായത് 9 ആണ് ഫസ്റ്റ് ടേം, 4 ആണ് കോമൺ ഡിഫറൻസ്. വാട്ട് ഈസ് ഇറ്റ്? 7th ടേം. സോ ആ 7th ടേം, ഞാൻ ട്രിക്ക് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ചെയ്ത് നോക്കേണ്ടത് നിങ്ങളാണ്. സോ ആ 7th ടേം കണ്ടുപിടിക്കുക. 7th ടേം കണ്ടുപിടിക്കാൻ നമുക്ക് ആര് യൂസ് ചെയ്താൽ മതി? ആൽജിബ്രായിക് ഫോം യൂസ് ചെയ്താൽ മതി. അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ആൽജിബ്രായിക് ഫോം. അപ്പോൾ നമുക്ക് 7th ടേം കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് 14th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. സോ ഇവിടെ 14th ടേം വന്നു. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു? 13 ആയിരുന്നു സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ 13 ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിൻ്റെ കേസിൽ മാത്രമേ ആരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ? n+1/2 എന്ന് പറയുന്ന കാര്യം. ക്ലിയർ അല്ലേ? ഇനി ഈവൻ നമ്പേഴ്സിൻ്റെ യൂസ് ചെയ്താലോ ആൻസർ നമുക്ക് കിട്ടില്ല. സോ ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ മാത്രമേ മിഡിൽ ടേമിൻ്റെ n+1/2 ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ ഈവൻ നമ്പേഴ്സ് എങ്ങനെ ചോദിക്കും? അതിനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഫൈൻഡ് ദ ഫസ്റ്റ് 13 ടേംസിൻ്റെ സമ്മ്. അപ്പോൾ നമ്മളെന്ത് കാണാം? 13 + 1/2 = 7 എന്ന് കിട്ടും. സോ 7th ടേം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 13 കൊണ്ട്. 13 × 7th ടേം ചെയ്ത് ആദ്യത്തെ 13 ടേംസിൻ്റെ സമ്മ് കിട്ടും. 7th ടേം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സം ഓഫ് 14th ടേം. 14 ടേംസ്. നമുക്ക് n+1/2 ചെയ്യാൻ പറ്റുമോ? n+1/2 ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ
14 + 1 15 15/2 7.5 എന്ന് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരില്ല. സോ നമുക്ക് 13 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിച്ചു. S13 നമ്മൾ കണ്ടുപിടിച്ചു. S14 എന്തായിരിക്കും? അപ്പം S13 + X14, അതായത് 13 ടേംസിൻ്റെ സമ്മിൻ്റെ കൂടെ 14ാമത്തെ ടേമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14 ടേമിൻ്റെ സമ്മായില്ലേ. സോ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. 14th ടേം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാ, അതിവിടെ കൊടുത്താൽ മതി. സോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റുക.